പുസ്തകം വായിച്ചു തീരുമ്പോൾ അതിന്റെ താളുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വായനാനുഭവമാണ് അഗത ക്രിസ്റ്റിയുടെ ആൻഡ് ദെൻ ദെർ വർ നൺ അഥവാ ഒടുവിലാരും അവശേഷിച്ചില്ല എന്ന പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നത്. കുറ്റാന്വേഷണ സാഹിത്യത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ച ഈ മാസ്റ്റർ പീസ് വായനക്കാരെ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും ഒരു നിഗൂഢ ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു സാധാരണ ഡിറ്റക്റ്റീവ് കഥയിൽ നിന്ന് വ്യത്യസ്തമായി ഈ നോവൽ നമ്മളെ ഒരു കൊലയാളിയെ തേടിയുള്ള യാത്രയുടെ ഭാഗമാക്കുക മാത്രമല്ല, മറിച്ച് ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കാണുന്ന 10 അപരിചിതരുടെ മാനസികാവസ്ഥയിലൂടെ സഞ്ചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡെവോൺ തീരത്തിനടുത്തുള്ള സോൾജർ എന്ന ഒറ്റപ്പെട്ടൊരു ദ്വീപിലേക്ക് ഓവൻ ദമ്പതികളുടെ ക്ഷണപ്രകാരം എത്തുന്ന തീർത്തും അപരിചിതരായ 8 പേർ. അവരെ സ്വീകരിക്കാൻ തോമസ്, ഏതൻ റോജേഴ്സ് എന്ന കാര്യസ്ഥ ദമ്പതികൾ ആ ഒറ്റപ്പെട്ട ദ്വീപിലെ വീട്ടിൽ അവരെയും കാത്തിരിക്കുകയാണ്. ദ്വീപിലെത്തിച്ചേർന്ന അതിഥികളെ കാത്തിരുന്ന ആദ്യത്തെ വാർത്ത തങ്ങളെ ക്ഷണിച്ചു വരുത്തിയ ഓവൻ ദമ്പതികൾ ഇതുവരെയും ദ്വീപിലെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഓരോ അതിഥികൾക്കും നിർദ്ദിഷ്ടമായ ഓരോ മുറികൾ. ആ മുറിയുടെ ചുമരിൽ പഴയൊരു നഴ്സറി റൈം ഫ്രെയിം ചെയ്ത് തൂക്കിയിരുന്നു. കൂടാതെ ഊണുമുറിയിലെ മേശപ്പുറത്ത് 10 പ്രതിമകൾ നിരത്തിവെച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങൾ ആരുടെയും ചോരയെ മരവിപ്പിക്കാൻ പോന്നതാണ്. ഓവൻ അയച്ച കത്തിലെ നിർദ്ദേശമനുസരിച്ച് കാര്യസ്ഥൻ അവിടെയുള്ള ഗ്രാമഫോൺ റെക്കോർഡ് ഓണാക്കുകയാണ്. അതിൽ നിന്ന് അവിടെയുള്ള 10 പേരും കൊലപാതക കുറ്റം ചെയ്തവരാണെന്ന് വിളിച്ചു പറയുന്നു. ആ രാത്രിയിൽ തന്നെ ആ 10 പേരിൽ ഒരാൾ വിഷമുള്ളിൽ ചെന്ന് മരിക്കുന്നതോടെ കഥാഗതിക്ക് ചൂടുപിടിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരായി ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുകയാണ്. ഓരോ മരണം കഴിയുമ്പോഴും ഊണുമുറിയിലെ മേശപ്പുറത്ത് നിരത്തിവെച്ചിരിക്കുന്ന പ്രതിമകളും അപ്രത്യക്ഷിതമാകുന്നു. ചുമരിൽ തൂക്കിയ 10 ലിറ്റിൽ സോൾഡേഴ്സ് ബോയ്സ് എന്ന നഴ്സറി റൈമിന്റെ വരികളനുസരിച്ചാണ് ഓരോ മരണവും സംഭവിക്കുന്നതെന്നത് അതിഥികൾ തിരിച്ചറിയുന്നതോടെ ഭയം അവരെ പൂർണ്ണമായി കീഴടക്കുന്നു. കൊലയാളി ഈ ദ്വീപിൽ ഒളിച്ചിരിക്കുന്ന മറ്റാരെങ്കിലുമാണോ അതോ ഈ 10 പേരിൽ ആരെങ്കിലുമാണോ എന്ന സംശയം അവരെക്കാളധികം നമ്മളെ വേട്ടയാടും. ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? ഓരോ മരണവും ഓരോ പുതിയ തുമ്പ് നൽകുമ്പോഴും അവയെല്ലാം കൂടുതൽ സങ്കീർണമായ ചോദ്യങ്ങളിലേക്ക് നയിക്കുകയാണ്. ബ്ലോറിന്റെയും ആംസ്ട്രോങ്ങിന്റെയും മരണം, ഒടുവിൽ അവശേഷിച്ച 2 പേർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ഓരോ നിമിഷവും വായനക്കാരനെ ആകാംക്ഷയുടെ കൊടുമുടിയിൽ നിർത്താൻ പോകുന്നതാണ്. ഒടുവിൽ ദ്വീപിൽ അവശേഷിച്ച ഏക വ്യക്തി കൂടി മരണമടയുന്നതോടെ കഥ അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ്. ഒടുവിൽ അവസാന അതിഥിയും മരണമടയുന്നതോടെ ദ്വീപിലേക്ക് എത്തിച്ചേരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് മുമ്പിൽ നടന്ന ഈ കൊടും കുറ്റകൃത്യത്തിന്റെ ചുരുളഴിക്കാനാകാതെ കുഴങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് കടൽ തീരത്ത് നിന്ന് അവർക്കൊരു കുപ്പി ലഭിക്കുന്നത്. അജ്ഞാതനായ കൊലയാളി തന്റെ കുറ്റകൃത്യം വിവരിച്ചുകൊണ്ടുള്ള കുറിപ്പായിരുന്നു ആ കുപ്പിയിലുണ്ടായിരുന്നത്. നീതിയും ക്രൂരതയും ഒരുപോലെ ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു മനസ്സ് എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് ആ കുറിപ്പിലൂടെ വിവരിക്കുകയാണ്. ആ വിവരണം വായനക്കാരുടെ ഉള്ളിൽ തീർത്തും ഒരു അമ്പരപ്പ് തന്നെയാണ് ഉണ്ടാക്കുക. ആൻഡ് ദെൻ ദെർ വർ നൺ അഥവാ ഒടുവിലാരും അവശേഷിച്ചില്ല എന്ന ഈ പുസ്തകം കേവലം ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട കോണിലേക്ക് നീതിയുടെ സങ്കീർണമായ നിർവചനത്തിന്റെ വെളിച്ചം വീശാൻ പോന്ന ഒന്നാണ്. അഗത ക്രിസ്റ്റിയുടെ തൂലികയിൽ നിന്ന് പിറന്ന ഈ നോവൽ സസ്പെൻസ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഒരു വിരുന്ന് തന്നെയാണ്. ഓരോ പേജിലും കൊലയാളിയെ തേടിയുള്ള നിങ്ങളുടെ അന്വേഷണം തീവ്രമാവുകയും ചെയ്യും. ഈ പുസ്തകം വായിക്കാൻ തിരഞ്ഞെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഇതൊരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും.